ഞങ്ങൾ ബാർഡോളിയിൽ നിന്ന് പിന്നീട് സൂററ്റ് വഴി ദ്വാരകയിലേക്കാണ് പോയത്. സൂററ്റിൽ നിന്ന് ഏകദേശം 12 മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്താലാണ് ദ്വാരകയിൽ എത്തുന്നത്. രാത്രി 1 മണിക്കുള്ള ഒരു ട്രെയിനിൽ ഞങ്ങൾ കയറി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ദ്വാരക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ദ്വാരകയിലേക്കുള്ള ട്രെയിൻ അവിടെ കഴിഞ്ഞിട്ട് നേരെ ഓഖ എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ഉള്ളത്. ദ്വാരകയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ദ്വാരക ക്ഷേത്ര നഗരിയിലേക്ക്. അവിടെ ഒരു ആശ്രമത്തിൻ്റെ റൂം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ്വാരകയിൽ വ്യാപകമായിട്ട് പശുക്കളും കാളകളും ഒക്കെ തന്നെ റോഡിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ദ്വാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദി അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്ന എത്തുന്ന ആ സ്ഥലത്താണ്. അവിടെ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങളുണ്ട്. സാമാന്യം നല്ല തിരക്കാണ് താനും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയോ മൊബൈലോ ഒന്നും തന്നെ കടത്തിവിടുകയുമില്ല. അതേപോലെ തന്നെ വളരെയധികം സെക്യൂരിറ്റി, വളരെയധികം പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ആ ഗോമതി നദിയുടെ തീരത്തിരിക്കുമ്പോൾ ധാരാളം കടൽ പ്രാവുകൾ, വളരെ വെളുത്ത നമ്മുടെ സാധാരണ പ്രാവുകളുടെ ഇരട്ടി വലിപ്പമുള്ള പ്രാവുകൾ വളരെയധികം അവിടെ പറക്കുകയും അതിന് തീറ്റി കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സൂര്യാസ്തമനം കാണുന്നതിന് വേണ്ടി ധാരാളം ആൾക്കാർ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ കൊടി എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് രാവിലെയും വൈകുന്നേരവും ഈ കൊടികൾ മാറുന്ന ഒരു ചടങ്ങും ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്ക് വശത്തെ ഗോപുരത്തിനോട് ചേർന്നാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ച ദ്വാരക മഠം സ്ഥിതി ചെയ്യുന്നത്.